ഇന്ന് ഇതുവരെയുള്ള സംഭവങ്ങളുമായി വിഡ്ഢേ ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. യുഡിഎഫിന്റെ തീരമേഖലയിലെ സ്വാധീനമില്ലാതാക്കാൻ യുഡിഎഫ് ശ്രമമെന്ന് മുഖ്യമന്ത്രി. എംസിസി വിവാദം ഗൂഢാലോചന. എംസിസി പ്രതിനിധി തന്നെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിക്കുന്നതിന്റെ ലക്ഷ്യം വ്യക്തമല്ലേ എന്നും മുഖ്യമന്ത്രി. ഭക്ഷ്യക്കിറ്റും ക്ഷേമ പെൻഷനും മുടക്കാനും പ്രതിപക്ഷത്തിന്റെ ശ്രമം. പൗരത്വ നിയമം തെരഞ്ഞെടുപ്പിന് മുൻപായാലും പിൻപായാലും നടപ്പാക്കില്ലെന്നും അമിത്ഷായ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് കൊല്ലം ജില്ലയിൽ ആവേശോജ്വല സ്വീകരണം. LDF സർക്കാരിൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് സീതാറാം യെച്ചൂരി. തുടർഭരണം സൃഷ്ടിച്ച് കേരളം ചരിത്രം കുറിക്കുമെന്നും യെച്ചൂരി. കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ BJP വളരുമെന്ന വാദം മതനിരപേക്ഷവാദികളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് A. വിജയരാഘവൻ. ലക്ഷ്യം കോൺഗ്രസിനെ പരാജയത്തിൽ നിന്നും രക്ഷപ്പെടുത്താനെന്നും വിജയരാഘവൻ. ബംഗാളിലും അസമിലും ഇന്ന് കൊട്ടിക്കലാശം. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. ഝാൻസിയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ UP പോലീസിന്റെ അലംഭാവം തുടരുന്നു. അക്രമികളായ സംഘപരിവാർ പ്രവർത്തകരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല. രാജ്യത്ത് മത തീവ്രവാദികൾക്ക് പിന്തുണ കിട്ടുന്നതിന്റെ തെളിവാണ് ഝാൻസി ആക്രമണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. സന്യാസിനികൾക്ക് സന്യാസ വസ്ത്രം മാറ്റേണ്ട അവസ്ഥയെന്നും ബിഷപ്പ്. വ്യാജ ബിരുദ വിവാദത്തിൽ പ്രതികരിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷൻ. കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ട് 2 ദിനമായിട്ടും K. സുരേന്ദ്രന് മിണ്ടാട്ടമില്ല. സുരേന്ദ്രന്റേത് അധാർമിക പ്രവൃത്തിയെന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എളമരം കരീം. ലോകകപ്പ് യൂറോപ്യൻ മേഖലാ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ ഇന്ന് ജർമ്മനി ഐസ്ലാൻഡിനെയും ഇറ്റലി നോർത്ത് അയർലൻഡിനെയും സ്പെയിൻ ഗ്രീസിനെയും നേരിടും. ഇന്ത്യ ഒമാൻ സൗഹൃദ പോരാട്ടം ഇന്ന് ദുബായിൽ. ജനങ്ങൾക്കിടയിൽ ജനനായകൻ. മുഖ്യമന്ത്രി ചവറയിൽ സംസാരിക്കുകയാണ്. അതിലേക്ക്. കേരളത്തിൽ വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുകയാണ്. 2016 നമ്മുടെ നാട് അഴിമതിക്ക് പേരുകേട്ടൊരു നാടായിരുന്നു. എല്ലാവരും ദുഃഖിച്ചു, എൻ്റെ നാടിങ്ങനെ ആയിപ്പോയല്ലോ, ഇനി ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുമോ എന്ന് ശങ്കിച്ചു. ഇപ്പം എന്താ സ്ഥിതി? രാജ്യം വിവിധ സംസ്ഥാനങ്ങളെ വിലയിരുത്തുന്നു അഴിമതിയുടെ കാര്യം. എന്നിട്ട് പറയുന്നു അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഈ യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനം, അവിടെ അഴിമതിയില്ല പോലും എന്ന് ലോകം അറിയുന്നു. ഈ അഴിമതിയില്ലാത്തൊരിടം എന്നത് ധാരാളം കാണാൻ കഴിയുന്നതല്ല. ലോകത്ത് തന്നെ അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്തെ പ്രത്യേക ശ്രദ്ധ പതിയും. ആ സ്ഥലത്ത് ഇതിൻ്റെ ഭാഗമായി വൻ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നു. ചിലർ വന്നു, മറ്റു ചിലർ വരാനുള്ള തയ്യാറെടുപ്പിൽ. അത്തരം ബഹുരാഷ്ട്ര കമ്പനികൾ വരുമ്പോൾ മെഗാ പ്രോജക്റ്റുകൾ, വലിയ തൊഴിലവസരം, ഇതെല്ലാമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. LDF പ്രകടന പത്രികയിലൂടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. 10,000 കോടി രൂപ 5 വർഷം കൊണ്ട് വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ വരുന്നു. സ്വകാര്യ മേഖല നിക്ഷേപമുണ്ട്. KMML പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വലിയ തോതിൽ വിപുലീകരിക്കുന്ന പ്രവർത്തനമുണ്ട്. നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ
ഏറ്റവും പ്രധാന ധാതു സമ്പത്ത് കരിമണൽ ഇന്നുള്ളതിനേക്കാളും അപ്പുറമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുക, ആ തലത്തിലേക്ക് ഉയർത്തുക എന്നതും LDF ഉദ്ദേശിക്കുകയാണ്. ഇതോടൊപ്പം ഒട്ടേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ നല്ല വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ വ്യവസായങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം അത് പ്രദാനം ചെയ്യും. ഇനിയും അത് കൂടുതൽ വികസിപ്പിക്കാനാണ് LDF വിഭാവനം ചെയ്യുന്നത്. ഇതോടൊപ്പം കേരളത്തിലെ ഐ ടി മേഖലയിലേക്ക് ലോകത്തുള്ള വലിയ ഭീമൻ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അവർ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരല്ല, 10,000-15,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ക്യാമ്പസുകൾ തുടങ്ങുന്നവരാണ്. ഇപ്പോൾ ഒരു കൂട്ടർ വന്നു, TCS 15,000 പേർക്ക് തൊഴിൽ നൽകുന്നൊരു പ്രോജക്റ്റാണ് അവരിപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന IT മേഖലയാണ് കേരളത്തിൽ വികാസം പ്രാപിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം കാണേണ്ട ഒന്നാണ് സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യ രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം എന്ന് രാജ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് അവസ്ഥ. UDF കാലത്ത് 300 സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ LDF കാലം 4000. LDF പ്രകടന പത്രിക പറയുന്നത് ഇനിയുള്ള കാലം 15,000 സ്റ്റാർട്ടപ്പുകൾ. ഇതാണ് അവസ്ഥ. നമ്മുടെ ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് ജോലി തേടി പോകുന്നവരല്ല ഇപ്പോൾ. അവർ തൊഴിൽ ദാതാക്കളാണ് പലരും. ഈ ഒരു പുതിയ സംസ്കാരം വന്നിരിക്കുകയാണ്. അതിനിനിയും ആവശ്യമായ സഹായവും പിന്തുണയും നൽകുക എന്നത് തന്നെയാണ് LDF കാണുന്നത്. ഇതോടൊപ്പം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കാനാവും. കോവിഡിന് മുൻപ് നാം അങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കിയിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ പിന്നെ നീങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ സർക്കാർ പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം ആ പദ്ധതി ആരംഭിക്കണമെന്ന്. എന്താ പദ്ധതി? ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യാനുപാതികമായി ജോലി കൊടുക്കണം. 1000-ന് 5 ജോലി, 1000 ആൾക്ക് 5 ജോലി. അപ്പോൾ ജനസംഖ്യാനുപാതികമായി എത്ര ആളാണോ ഉള്ളത് അത്ര തൊഴിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നൽകണം, വർഷം തോറും. ഇതൊരു അസാധ്യമായ കാര്യമല്ല, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇതോടൊപ്പം മറ്റൊരു ഗുണമുണ്ട്. ചില സ്ഥലത്ത് ഈ പുതിയ സംരംഭങ്ങൾക്ക് നേരെയുള്ളൊരു ബലം പിടുത്തമുണ്ട്, അത് ഇല്ലാതാവും. ആ ഒരു പ്രത്യേകതയും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൂടുതൽ വരട്ടെ, തൊഴിലവസരങ്ങൾ വർദ്ധിക്കട്ടെ എന്ന ഒരു പൊതുബോധം എല്ലാവരിലും ഉണ്ടാക്കും. ഇതിന് പുറമെയാണ് കേരളം ഒരു പുതിയ അവസരം ഉപയോഗിച്ചാൽ എന്താ എന്ന് സർക്കാരിന് തോന്നിയത്. അത് കോവിഡ് സൃഷ്ടിച്ച സാഹചര്യമാണ്. കോവിഡ് വന്നതോടെ നേരത്തെ പറഞ്ഞ 10,000-15,000 ഒക്കെ തൊഴിലെടുക്കുന്ന ബഹുനില കെട്ടിടങ്ങളില്ലേ, അവിടെയൊന്നും ആളില്ല. ഒരു 100-ൽ താഴെ ആളെ അത്തരം കെട്ടിടത്തിലുണ്ടാവും. ബാക്കി എല്ലാവരും വീട്ടിൽ നിന്നാണ് തൊഴിലെടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് തൊഴിലെടുക്കുന്ന ഒരു സംസ്കാരം വന്നിരിക്കുന്നു. വർക്ക് ഫ്രം ഹോം. തൊഴിലെടുക്കുന്നവരും
തൊഴിൽദാതാക്കളും അതുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് സർക്കാരിനൊരു ആശയം തോന്നിയത്. നമ്മുടെ കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ധാരാളം ആളുകൾ തൊഴിലില്ലാതിരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്. ഇപ്പം ചിലർ ജോലിയുള്ളവർ പിന്നെ ജോലി ഉപേക്ഷിച്ചവരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചു, കുഞ്ഞ് പറഞ്ഞപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ പല കാരണങ്ങളാൽ ജോലി വേണ്ടെന്ന് വെച്ചവരുണ്ട്. കാരണം വീട് വിട്ട് നിൽക്കാനുള്ള പ്രയാസം. ഇപ്പം നൽകുന്നൊരവസരം വീട്ടിൽ നിന്ന് തന്നെ തൊഴിലെടുക്കാനുള്ള അവസരമാണ്. അപ്പോൾ സർക്കാർ ആലോചിച്ചത്, സർക്കാർ ഒരു പോർട്ടൽ തയ്യാറാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ല തൊഴിലാഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ പേരും വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് വിവരങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു. സർക്കാർ തന്നെ നമ്മുടെ ലോകത്തുള്ള തൊഴിൽദാതാക്കളെ ബന്ധപ്പെടും. അവരും ഈ പോർട്ടലിൻ്റെ ഭാഗമായി വരും. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് 300 ആൾ വേണം. പോർട്ടലിനോട് പറയുന്നു 300 ആൾ വേണം, ഇന്ന വിദ്യാഭ്യാസ യോഗ്യത. ആ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ വിവരങ്ങൾ പോർട്ടൽ കമ്പനിക്ക് നൽകുന്നു. അവർ പരിശോധിച്ച് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നു. ഇതായിരുന്നു ആശയം. ഇപ്പം ആശയമല്ല, പോർട്ടൽ വന്നു. പോർട്ടലിനകത്തേക്ക് ആളുകൾ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജോലി കൊടുക്കാൻ താമസം വരുമെന്നായിരുന്നു കണക്കാക്കിയത്, പക്ഷെ അതും ആരംഭിച്ചു. ലോകപ്രശസ്ത സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ്. അവർ പോർട്ടലിനെ സമീപിച്ചു. അവർക്ക് വേണ്ടത് വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെയാണ്. അപ്പോൾ പോർട്ടൽ അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ വിവരങ്ങൾ ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിന് കൊടുത്തു. അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് വേണ്ടവരുണ്ട്. നിയമനവും നടന്നു. എത്രയാ ഈ രീതിയിൽ കേരളത്തിൽ നിയമനം കിട്ടാൻ സാധ്യതയുള്ളവർ? LDF കണക്കാക്കുന്നത് 20 ലക്ഷം പേർക്ക് ഇങ്ങനെ തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിയെടുക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. ഇതോടെ സംഭവിക്കുന്നത് തൊഴിൽ പ്രശ്നം എന്നൊരു പ്രശ്നമില്ലാതെ വരും. തൊഴിലിന് വേണ്ടി അലയുന്ന സ്ഥിതിയില്ലാതെ വരും. ഓരോ ആളും എത്ര കണ്ടാണോ പഠിച്ചത് അതിന് ഉതകുന്ന തൊഴിൽ, ആ തൊഴിൽ സാധ്യത ഇവിടെ തന്നെ ഉണ്ടാവും. കേരളം മാറുന്നു പുതിയ തലത്തിലേക്ക്. ഇതാണ് നാം കാണേണ്ടത്. നമ്മളിവിടെ ലൈഫ് മിഷൻ നടപ്പാക്കി. ലൈഫ് മിഷനിലൂടെ നാം ഉദ്ദേശിച്ചത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കലാണ്. ഇപ്പോൾ 2.5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു. അത്രയും കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. 1.5 ലക്ഷം വീടുകൾ ഇനി പണിയാനുണ്ട്. അത് ഈ വർഷം പണിയും. കൂട്ടത്തിൽ ഞങ്ങൾ വിട്ടുപോയി എന്ന് പറഞ്ഞ ആളുകൾക്ക് അപേക്ഷ നൽകാൻ അവസരം കൊടുത്തു. അവരെല്ലാം ഇപ്പോൾ സംസ്ഥാനത്ത് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ആ പരിശോധന നടക്കുന്നു. അവർക്കും വീടുകൾ നൽകാനാണ് പോകുന്നത്. അർഹരായവർക്ക്. ഇത് നേരത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ LDF പറയുന്നത് അടുത്ത 5 വർഷം കൊണ്ട് 5 ലക്ഷം ആളുകൾക്ക്, 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നാണ്. ഇതൊക്കെ LDFിനല്ലാതെ മറ്റാർക്ക് പറയാൻ കഴിയും? നമ്മുടെ നാട്ടിൽ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ LDF അല്ലാതെ ആരുണ്ട്? UDFന് കഴിയോ? UDF നേരത്തെ 2016 അവരുടെ ഭരണം അവസാനിക്കുമ്പോൾ ക്ഷേമ പെൻഷനായി കൊടുക്കേണ്ടിയിരുന്നത് 600 രൂപയായിരുന്നു.
അത് കൊടുക്കാത്തവരാണ് അവർ. ആ 600 രൂപ ഒരു കഞ്ഞിക്കുള്ള വകയല്ലേ, അത് മുട്ടിച്ചു കളഞ്ഞല്ലോ. എത്രയാ കുടിശ്ശികയാക്കിയത്? 18 മാസം, 1.5 വർഷം. ഈ 1.5 വർഷം കൊണ്ട് ആ പാവങ്ങൾ അനുഭവിച്ച യാതന ഓർക്കണം. LDF സർക്കാർ വന്നു, ആദ്യം ചെയ്തത് ഇതങ്ങോട്ട് ഈ 18 മാസത്തെ കുടിശ്ശികയും ഒറ്റ തവണയും കൊടുത്തു തീർത്തു, മുഴുവൻ തീർത്തു. പിന്നെ 600-ൽ നിന്ന് കയറി, ഇപ്പോൾ എത്രയാ? 1600. ഇപ്പൊ LDF പറഞ്ഞിരിക്കുന്നു ഈ 1600-ൽ നിന്ന് 2500-ലേക്ക് ഉയർത്തുമെന്ന്. ഇതാണ് LDF-ന്റെ നില. മിനിമം വേജ് 600-ൽ നിന്ന് 700 രൂപയാക്കുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാ രീതിയിലും മാറ്റം വരുന്നു. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് നാം ഒരുങ്ങുന്നത്, ലോകോത്തര നിലവാരമുള്ള കേരളം. ഇതേവരെ സർവകാര്യങ്ങൾക്കും, വികസന പ്രവർത്തനങ്ങളിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ, നാട് നേരിട്ട ദുരന്തങ്ങളിൽ നാടും നാട്ടുകാരും ഐക്യത്തോടെയും ഒരുമയോടെയുമാണ് സർക്കാരിനോടൊപ്പം അണിനിരന്നത്, LDF-നോടൊപ്പം അണിചേർന്നത്. ഇനി ഇവിടുന്ന് മേലോട്ട് പൊങ്ങണം, ഇവിടുന്ന് ഉയരത്തിലേക്ക് പോകണം. നാം കാണുന്ന പുതിയ കേരളം ലോകോത്തരമായ മേഖലകളുള്ള വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്നൊരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. അതിന് ഇതേവരെ പിന്തുണ നൽകിയ എല്ലാവരുടെയും, നാടിൻ്റെയും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് ആദ്യമായും അഭ്യർത്ഥിക്കാനുള്ളത്. ആ നവകേരളത്തിൻ്റെ ഭാഗമായി നിയമസഭയിൽ ചവറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സുജിത് വിജയൻപിള്ള വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരണം. ആ നിലയിൽ അദ്ദേഹത്തെ നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അമിത്ഷാ മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റിയ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPIM PB അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിൽ ഇപ്പോൾ 2 മുന്നണികളെ മാത്രമല്ല LDF-ന് നേരിടാനുള്ളത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ഇലക്ഷൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്ന ഇടത് സർക്കാരിനെതിരെ എന്ത് അടവിറക്കിയാലും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. അവർ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൊച്ചി പറവൂർ മണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. The LDF is not fighting only 2 of these political opponents, the UDF and the BJP. There is a third opponent of the LDF in this election, and that is the central agencies which are controlled by Amit Shah. So all these ED, CBI and other cases which are being used against the LDF and the LDF government, they will make not a jot of difference to us. And the people of Kerala will see through this nefarious game of the central government and the BJP. മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന കേരളത്തിലെ ജനങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നതാണെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഇടത് ഭരണ തുടർച്ചയാണ് ജനവികാരത്തിൽ പ്രതിഫലിക്കുന്നത്. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ അടവുകൾ പറഞ്ഞുകൊടുക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിക്കാരെയാണ് ആദ്യം ഇത് പഠിപ്പിക്കേണ്ടതെന്നും D. രാജ പറഞ്ഞു. Irrespective of what surveys say, as political party which is part of LDF, we think the people will support LDF and they will give one more opportunity
for LDF to retain power and give good performance to the people. Rahul Gandhi the other day came here and he was teaching self-defense to young college girls. In fact, he must teach self-defense to his own partymen, how to protect his party, how to save his own party. കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ ബി.ജെ.പി. വളരുമെന്ന വാദം മതനിരപേക്ഷവാദികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസിനെ പരാജയത്തിൽ നിന്നും രക്ഷപ്പെടുത്താനാണെന്ന് CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ. വിജയരാഘവൻ. വർഗീയതയോട് എതിർപ്പുള്ളവർക്ക് കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെ പാർട്ടി വിടുന്നവർ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് ചേർന്ന് പ്രവർത്തിക്കുന്നതെന്നും വിജയരാഘവൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസ് തകർന്നാൽ കേരളത്തിൽ ബി.ജെ.പി. വളരുമെന്ന വാദം പൊള്ളയാണെന്ന് CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ. വിജയരാഘവൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസ് വിടുന്നവർ ബി.ജെ.പിയിലാണ് ചേക്കേറുന്നതെന്ന വാദം മതനിരപേക്ഷ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസിനെ തോൽവിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ്. PC ചാക്കോ, KC റോസിക്കുട്ടി, PM സുരേഷ് ബാബു എന്നിവർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. വർഗീയതയോട് എതിർപ്പുള്ളവർക്ക് കോൺഗ്രസിൽ തുടരാൻ കഴിയില്ല. ഇത്തരത്തിൽ പാർട്ടി വിടുന്ന കോൺഗ്രസിലെ മതനിരപേക്ഷ വിശ്വാസികൾ ഇടതുപക്ഷത്തേക്കാണ് വരുന്നത്. ബി.ജെ.പിയെ നേരിടുന്നതിൽ ഇടതുപക്ഷത്തിന് വിശ്വാസ്യതയുള്ളതിനാലാണ് ഇത് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കോൺഗ്രസ് ശിഥിലമാകും. അതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയെന്നും വിജയരാഘവൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ലവ് ജിഹാദ് നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും ലവ് ജിഹാദ് പ്രചരണം ന്യൂനപക്ഷത്തെ വേട്ടയാടാനാണെന്നും വിജയരാഘവൻ പറയുന്നു. ജനാധിപത്യം തൊട്ടുതീണ്ടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ LDFന് വേണ്ടെന്നും ലേഖനത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ക്ഷേമ പെൻഷനും മറ്റ് സഹായങ്ങളുമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടണമെന്ന് ശപിക്കാൻ മാത്രം ദുഷ്ടത പ്രതിപക്ഷത്തിനും അതിന്റെ നേതാവിനും ഉണ്ടായത് ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി. തീരദേശ മേഖലയിലെ സർക്കാരിന്റെ സ്വീകാര്യത ഇല്ലാതാക്കാനാണ് ആഴക്കടൽ മത്സ്യബന്ധന വിവാദം. സ്വർണ്ണക്കടത്തിൽ വിദേശകാര്യ സഹമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അമിത്ഷാ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ അന്നം മുടക്കാൻ മടിയില്ലാത്ത പ്രതിപക്ഷ നേതാവിന് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി. വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഇത്തവണയും ഡീൽ ഉറപ്പിച്ചതിന്റെ സ്ഥിരീകരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാർ പെൻഷനും കിറ്റും നൽകുന്നത് 4 വോട്ടിനു വേണ്ടിയല്ലെന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏപ്രിലിൽ നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിഷുക്കിറ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് എന്താണ് പ്രസ്താവിച്ചത്? ആരാണ് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്? ഈസ്റ്റർ ഏപ്രിൽ 4-നാണ്. അത് അദ്ദേഹം മറന്നുപോയതാണ്. തീരദേശ മേഖലയിലെ LDFന്റെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് EMCC വിവാദത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. EMCC കമ്പനി പ്രതിനിധി തന്നെ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിക്കുന്നതിൽ തന്നെ ലക്ഷ്യം വ്യക്തമല്ലേയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിവാദവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി രംഗം, തീരദേശം വലിയ തോതിൽ സർക്കാർ നടപടികളെ അനുകൂലിക്കുന്നു. ഇത് തങ്ങൾക്കുള്ള ഒരു വോട്ട് ബാങ്കിൻ്റെ നില നഷ്ടപ്പെട്ടു പോവുകയാണോ എന്ന ആശങ്ക ഒരു കൂട്ടർക്ക് ഉണ്ടാക്കുന്നു. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം? പൗരത്വ വിഷയത്തിലും സ്വർണ്ണക്കടത്തിലും അമിത്ഷായ്ക്ക് അതിശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുൻപായാലും പിൻപായാലും കേരളത്തിൽ CAA നടപ്പാക്കില്ല. ഒപ്പമുള്ള വിദേശകാര്യ സഹമന്ത്രിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ആൾക്കാർക്കെങ്കിലും പങ്കുണ്ടോ? അതൊരു പ്രധാന സംശയമാണ് നമ്മുടെ കേരളത്തിൽ. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് എന്ന് അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടും അങ്ങനെയല്ലെന്ന് താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നില്ലേ ഈ വാദം? അത് താങ്കൾക്ക് അറിയാത്തതാണോ? സ്വർണ്ണക്കടത്തിൽ പ്രതിയായ കസ്റ്റംസ് ഉദ്യോഗസ്ഥയെ വിമാനത്താവളത്തിൽ നിയമിച്ചത് ആരാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.
വ്യാജ ബിരുദ വിവാദത്തിൽ പ്രതികരിക്കാതെ കെ സുരേന്ദ്രൻ. വാർത്ത വന്ന് 2 ദിവസമായിട്ടും സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ മുഖാമുഖത്തിൽ സുരേന്ദ്രൻ പങ്കെടുത്തുമില്ല. പ്രതികരണം ആരായാൻ മഞ്ചേശ്വരത്തെത്തിയ കൈരളി വാർത്താ സംഘത്തോട് സംസാരിക്കാനും സുരേന്ദ്രൻ തയ്യാറായില്ല. അതേസമയം കെ സുരേന്ദ്രന്റേത് അധാർമികമായ പ്രവൃത്തിയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. LDF നിയമ നടപടി സ്വീകരിക്കുമെന്നും എളമരം കരീം MP വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കാണിച്ചത് വ്യാജ വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന വാർത്ത കൈരളി ന്യൂസാണ് രേഖകൾ സഹിതം പുറത്തുവിട്ടത്. വാർത്ത വന്ന് 2 ദിവസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും കെ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്ന മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥികളുടെ മുഖാമുഖത്തിൽ നിന്നും സുരേന്ദ്രൻ പിന്മാറി. വ്യാജബിരുദ വാർത്തയുമായി ബന്ധപ്പെട്ട് കൈരളി വാർത്താ സംഘം അദ്ദേഹത്തെ കാണാൻ മഞ്ചേശ്വരത്ത് ചെന്നിരുന്നു. എന്നാൽ അപ്പോഴും സുരേന്ദ്രൻ പ്രതികരിച്ചില്ല. അതേസമയം കെ സുരേന്ദ്രൻ്റേത് അധാർമികമായ പ്രവൃത്തിയാണെന്ന് എളമരം കരീം MP പറഞ്ഞു. സുരേന്ദ്രൻ ജനങ്ങളോട് മാപ്പ് പറയണം. LDF നിയമ നടപടി സ്വീകരിക്കുമെന്നും എളമരം കരീം വ്യക്തമാക്കി. രാഷ്ട്രീയത്തിലെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ദേശീയ തലത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് തൻ്റെ നിലപാട് തെറ്റായിപ്പോയി എന്ന് ജനങ്ങളോട് ഏറ്റുപറയണം. സുരേന്ദ്രൻ്റെ വ്യാജബിരുദ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ്. PV കുട്ടൻ, കോഴിക്കോട്. NDAയുടെയും UDFന്റെയും വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 600 രൂപ വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ 6000 രൂപ നൽകുമെന്ന് പറയുന്നത്. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുകയാണ് കേന്ദ്രവും UDFും ചെയ്യുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. മനീഷ് ഉണ്ട് വിവരങ്ങളുമായി. മനീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് സീതാറാം യെച്ചൂരി ഇന്ന് കോട്ടയത്ത് പറഞ്ഞത്? സൗമ്യ, CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി കടുത്തുരുത്തിയുടെ മണ്ണിൽ വലിയ ആവേശഭരിതമായിട്ടുള്ള സ്വീകരണമായിരുന്നു യെച്ചൂരിക്ക് ലഭിച്ചത്. എന്താണെങ്കിലും വലിയ രീതിയിൽ ഇന്നലെ ആയിരുന്നു NDAയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. NDAയുടെ പ്രകടന പത്രികയും അതുപോലെ തന്നെ UDFന്റെ വാഗ്ദാനങ്ങളുമൊക്കെ തന്നെ വലിയ രീതിയിൽ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് കടുത്തുരുത്തിയിൽ പ്രചാരണാർത്ഥം എത്തിയ പ്രസംഗ വേളയിൽ അഭിസംബോധന ചെയ്ത് ജനങ്ങളോട് സംസാരിച്ചത്. എന്താണെങ്കിലും 600 രൂപ UDF ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് 600 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത UDF സംവിധാനമാണ് ഇപ്പോഴത് 6000 രൂപ കൊടുക്കും എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ UDF ആണെങ്കിലും NDA ആണെങ്കിലും വലിയ പൊള്ളത്തരമാണ് കേരളത്തോട് കാണിക്കുന്നത്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ രാജ്യത്ത് കേരളത്തെ പോലെ വലിയ വ്യത്യസ്തമായ ഒരു സംസ്ഥാനം വേറെയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് കാർഷിക സമരം വലിയ രീതിയിൽ ദില്ലിയിലൊക്കെ അലയടിക്കുന്ന സമയത്ത് രാജ്യത്ത് വലിയ രീതിയിലുള്ള കർഷക ദ്രോഹ നയങ്ങൾ കേന്ദ്രം സ്വീകരിക്കുന്ന സമയത്ത് രാജ്യത്ത് തന്നെ കേരള സർക്കാർ LDF സർക്കാരാണ് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ റബ്ബറിനുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള താങ്ങുവില നൽകുന്നത്. കടുത്തുരുത്തിയെ സംബന്ധിച്ച് റബ്ബർ കർഷകർക്ക് തന്നെ ഏറെയുള്ള ഒരു നാടാണ്. അവിടെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിനെ വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് യെച്ചൂരി ജനങ്ങളോട് സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായി പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കന്യാസ്ത്രീകൾക്ക് ഝാൻസിയിൽ UPയിലുണ്ടായ വലിയ രീതിയിലുള്ള ABVP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ അക്രമ സംഭവം, ആ സംഭവത്തിനെതിരെ നടപടിയെടുക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. പക്ഷേ ഇത് ഇവരുടെ പ്രഖ്യാപിത നയമാണെന്നും ഭരണഘടനാ വിരുദ്ധമായ മതേതരമായ കാര്യങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ NDA നടപ്പാക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. എന്താണെങ്കിലും ഇനി അടുത്ത യോഗം വൈകുന്നേരം 4 മണിക്ക് തിരുനക്കര മൈതാനത്താണ്. അതിനുശേഷം വൈകിട്ട് 6 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ്. ജില്ലയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് 3 കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും 4 കേന്ദ്രങ്ങളിൽ വിജയരാഘവനും ഇത്തരത്തിലുള്ള പര്യടനങ്ങൾ നടത്തുന്നത്. സൗമ്യ, വളരെ വ്യക്തമാണ്. മനീഷാണ് കോട്ടയത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പാറശാല മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത് വികസനത്തെ മുൻനിർത്തിയാണ്. നാടിന്റെ വികസനത്തിൽ എല്ലാ തലത്തിലുമുള്ള മനുഷ്യരെയും ഈ സർക്കാർ പരിഗണിച്ചുവെന്ന ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി CK ഹരീന്ദ്രനുള്ളത്. അമ്പൂരി കരിപ്പയാറിന് മറുകരയിൽ നെയ്യാർ ഡാമിന്റെ തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ കുമ്പിച്ചൽ കടവ് പാലം ഇതിന് ഉദാഹരണമായി CK ഹരീന്ദ്രൻ ചൂണ്ടിക്കാട്ടും. കരിപ്പയാറിൻ്റെ മറുകരയിലേക്കുള്ള യാത്രയാണിത്. അതായത് ഇവിടുത്തെ കടത്ത് കഴിഞ്ഞാൽ മറുകരയിൽ 1000-ഓളം വരുന്ന കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ അവരൊക്കെ തന്നെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ ഒരു പാലം. ആ പാലം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 18 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ 65% ആദിവാസികൾ, ബാക്കി 35% മറ്റ് വിഭാഗക്കാരെല്ലാവരും കൂടെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ യാത്രയുടെ ബുദ്ധിമുട്ടിലാണ് കുട്ടികൾ പ്രൈമറിയോടുകൂടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ആശുപത്രി രോഗങ്ങൾ പിടിപെട്ട് അപകടങ്ങൾ പറ്റിയും പലവരും ചാക്ക് നൂൽ ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലും അറുത്ത് കീറി കമ്പ് വെച്ച് കെട്ടി അതിൽ തോളിൽ അത് വെച്ച് കെട്ടി അതിൽ ആണ് രോഗികളെ ഇട്ടുകൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോകും. ഇത് കിലോമീറ്ററുകൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തായിരിക്കും, ചിലപ്പം ആ വഴി വെച്ചായിരിക്കും മരിക്കുന്നത്, ചിലപ്പോൾ കടവിൽ കൊണ്ടുവരുന്ന സമയത്തായിരിക്കും തന്നെ. പാലം വരുന്നതിൽ എന്താ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പാലം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഈ കടത്ത് പൂർണ്ണമായിട്ട് നിൽക്കുന്നതിൽ വിഷമമുണ്ടോ? ഇല്ല. കടത്തിൽ നിന്ന് മാറി ഇത്രയും പെട്ടെന്ന് പാലത്തിലേക്ക് പോകണമെന്നുള്ളതാണ് അല്ലേ? പല ദുരന്തങ്ങളും കരിപ്പയാറിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കാണണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പലരും പല തെരഞ്ഞെടുപ്പുകളിലും കരിപ്പയാറിന് കുറുകെ പാലം വരും എന്ന് പറഞ്ഞു പോയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 3000-ഓളം വരുന്ന ട്രൈബൽ മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ ഉൾവനങ്ങളിൽ താമസിച്ചു പോന്നിരുന്ന ആദിവാസികൾക്ക് ഒരു പാലം പണിത് പൂർത്തിയാക്കാൻ നടത്തിയ പരിശ്രമം എൻ്റെ മനസ്സിൽ തട്ടിയതാണ്. എൻ്റെ ഹൃദയസ്പൃക്കായ കാര്യമാണ്. പാലം സന്തോഷമില്ല, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. പാലം സന്തോഷമേ ഉള്ളൂ. കാണുന്നവരെ സർക്കാർ നല്ല കാര്യമായത് നടക്കുന്നത്. ഈ പാലം പണി കഴിഞ്ഞാൽ എത്രയോ ജനങ്ങൾക്ക് ഇതുകൊണ്ട് വെള്ളത്തിന് നോക്കി നിൽക്കേണ്ട. ആശുപത്രി കേസ് വന്നാൽ പെട്ടെന്ന് ഓടി വണ്ടി ആയാലും കൊണ്ടുപോകാൻ നമുക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 18 കോടിയുടെ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ കടത്ത് അവസാനിക്കും. ഈ കടത്ത് വള്ളത്തിൻ്റെ യാത്രയും അവസാനിക്കും. എങ്കിലും ഈ പ്രദേശത്തെ 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ആശ്വാസത്തിലാണ്. ക്യാമറമാൻ ബിച്ചു പൂവച്ചിലിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്. ദില്ലി മലയാളികളുടെ നേതൃത്വത്തിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ കൺവെൻഷൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ആഗ്രഹിക്കുന്ന ദില്ലി മലയാളികളാണ് കൺവെൻഷനിൽ ഒത്തുചേർന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ദില്ലിയിൽ ഇടതുപക്ഷ ജനാധിപത്യ കൺവെൻഷൻ നടന്നത്. പ്രതിസന്ധി കാലയളവിൽ കേരള ജനതയെ ചേർത്തു നിർത്തി വികസന ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ടുപോയ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ആഗ്രഹിക്കുന്ന ദില്ലി മലയാളികളാണ് BTR ഭവനിൽ വെച്ച് ഇടതുപക്ഷ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒത്തുചേർന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ, AR സിന്ധു, അഖിലേന്ത്യാ കിസാൻ സഭ ട്രഷറർ കൃഷ്ണപ്രസാദ്, കേരള കോൺഗ്രസ് ദില്ലി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് എന്നിവരുൾപ്പെടെ നിരവധി പേരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയ LDF സർക്കാരാണ് ഇലക്ഷനെ നേരിടുന്നതെന്നും പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതിബദ്ധതയോടെ നടപ്പാക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ വിജയിപ്പിക്കണമെന്നും ബിജു കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലും 5 വർഷങ്ങൾക്ക് മുമ്പ് 600-ഓളം പദ്ധതികൾ മുന്നോട്ട് വെച്ച് മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിൽ 580-നടുത്ത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ ഒരു സർക്കാരുമാണ്. അതേസമയം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഒറ്റപ്പെടുത്തണമെന്നും ഇടതുപക്ഷത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും AR സിന്ധു അഭിപ്രായപ്പെട്ടു. കർഷക സമരങ്ങൾ ഉൾപ്പെടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടി നേരിടുമെന്നും കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. അയൽക്കാർ വഴിയടച്ചതോടെ കുടികിടപ്പ് ഭൂമിയിൽ ഒറ്റപ്പെട്ട കുടുംബം. കാഞ്ഞിരംകുളം പുല്ലുവിള സ്വദേശിയും ക്യാൻസർ ബാധിതനുമായ രാജനും ഭാര്യയുമാണ് വീട് വിട്ട് പുറത്തിറങ്ങാൻ വഴിയില്ലാതെ വലയുന്നത്. ആ ദുരിത കാഴ്ചയിലേക്ക്. ക്യാൻസർ ബാധിതനായ രാജന്റെ ഇടറിയ വാക്കുകൾ ആരുടെയും കരളലിയിക്കും. അവരുടെ കണ്ണിലുണ്ട് ഒറ്റപ്പെടലിന്റെ വേദന. സ്വന്തം വീട്ടിലേക്ക് കയറാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുകയാണ് കാഞ്ഞിരംകുളം മല്ലൻവിള കോളനിയിൽ രാജനും കുടുംബവും. അയൽവാസിയുടെ മതിൽ കയറി വേണം പുറത്തു പോകാൻ. മിച്ചഭൂമിയിലേക്ക് ആകെയുള്ള വഴി അയൽക്കാരൻ കയ്യേറിയതോടെ പുറത്തുപോകാൻ അവരുടെ ദയവും കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് കുടുംബം. പുരയിടത്തിലേക്ക് എത്താനോ വീട് പണിക്കോ പറ്റാത്ത വിധം മതിൽ കെട്ടിയതോടെ രാജനും കുടുംബവും ഒറ്റപ്പെട്ടു. തന്റെ കുടുംബത്തിന്റെ അവസ്ഥ അധികാരികൾ കാണണമെന്നും തനിക്ക് വന്ന ആപത്ത് വേറെ ആർക്കും വരല്ലേ എന്ന് മാത്രമാണ് രാജന്റെ ഭാര്യയായ വസന്തയ്ക്ക് പറയാനുള്ളത്.
12 വർഷം മുമ്പ് സർക്കാർ സഹായത്താൽ വീട് വെച്ചവരാണിവർ. 1991-ലാണ് സുകുമാരന് പട്ടയം ലഭിച്ചത്. അയൽവാസികളുമായിട്ടുള്ള തർക്കത്തിലാണ് വീടിന് 4 ചുറ്റും മതിൽ കെട്ടി വഴിയടച്ചത്. മതിൽ നിന്നും 2 മീറ്റർ മാറി വീട് വയ്ക്കണമെന്ന് പഞ്ചായത്ത് നിയമം നിലനിൽക്കെയാണ് 1 ഇഞ്ച് സ്ഥലമില്ലാതെ ഇത്തരത്തിൽ വീട് വെച്ചത്. 2014 മുതലാണ് പൂർണ്ണമായി വഴിയടച്ചത്. തുടർന്നങ്ങോട്ട് മാസങ്ങളോളം വഴിക്കായി നിരന്തരമായ ശ്രമങ്ങൾ തുടർന്നെങ്കിലും വഴി തുറന്നില്ല. നീതി നിഷേധത്തിനെതിരെ വർഷങ്ങളായി പഞ്ചായത്ത് മുതൽ സബ് കളക്ടർക്ക് വരെ പരാതി കൊടുത്തു. എതിർകക്ഷിയാണെങ്കിൽ ഒത്തുതീർപ്പിനും തയ്യാറാകുന്നില്ല. ക്യാൻസർ രോഗിയായ സുകുമാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയാണെന്നും ബന്ധുക്കളും പറയുന്നു. ഈ കാഴ്ച ആരെയും കരളണിയിക്കും. ഇവർ ആവശ്യപ്പെടുന്നത് 4 വരി പാതയല്ല, സ്വന്തം ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഒരു തുണ്ട് നടവഴി മാത്രം. ക്യാമറമാൻ അഖിലേഷ് വിദുരയ്ക്കൊപ്പം നന്ദകുമാർ, കൈരളി ന്യൂസ്. രാജ്യത്ത് ആശങ്കയായി കോവിഡ് കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നു. 5 മാസത്തിനിടയിൽ ഇതാദ്യമായി പ്രതിദിന കണക്ക് 1.5 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53,476 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 26,490 പേർ രോഗമുക്തരായപ്പോൾ 251 മരണങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 50,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,17,87,534. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗവ്യാപനം അതീവ ഗുരുതരാവസ്ഥയിൽ. രാജ്യത്തെ 10 ഹോട്ട്സ്പോട്ടുകളിൽ 9 എണ്ണവും മഹാരാഷ്ട്രയിൽ. മുംബൈയിലും സ്ഥിതി അതീവ രൂക്ഷം. മോളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനത്തിന് കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് നിർബന്ധമാക്കി. ഈ വർഷം ഹോളിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെല്ലാം സർക്കാർ നിരോധിച്ചു. മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഏകദിന കേസുകളാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ബുധനാഴ്ച 31,855 പുതിയ കോവിഡ് കേസുകളും 95 മരണങ്ങളും രേഖപ്പെടുത്തി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകളുള്ള 10 ജില്ലകളിൽ 9 എണ്ണവും മഹാരാഷ്ട്രയിൽ നിന്നാണ്. നിലവിൽ 2,47,799 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഏപ്രിൽ 4-നകം ഇത് 3 ലക്ഷം കവിയുമെന്നാണ് പൊതുജനാരോഗ്യ വകുപ്പിന്റെ പ്രവചനം. മുംബൈയിൽ മാത്രം 5000-ലധികം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ നഗരത്തിൽ 2ാം തരംഗം വലിയ ആശങ്കയാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച നഗരത്തിൽ 3,512 കേസുകളും 8 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതിനു പുറകെയാണ് ബുധനാഴ്ച പുതിയ കേസുകളിൽ നഗരം വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. പരിസ്ഥിതി മന്ത്രി ആദിത്യ താക്കറെ, ബോളിവുഡ് നടൻ ആമിർ ഖാൻ തുടങ്ങിയവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പോയ വാരം നിരവധി സിനിമാ ചിത്രീകരണങ്ങളിലും യോഗങ്ങളിലും പങ്കെടുത്ത നടൻ സമീപകാലത്ത് താനുമായി സമ്പർക്കം പുലർത്തിയവരെല്ലാം സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 28, 29 തീയതികളിൽ ഹോളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കുവാനാണ് സർക്കാർ തീരുമാനം. നഗരത്തിലെ മാളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനത്തിന് കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് നിർബന്ധമാക്കി. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ. തലസ്ഥാന നഗരിയിൽ ശ്രീനാരായണ ഗുരു പ്രതിമയ്ക്ക് കൂടുതൽ മികവ് നൽകി പാർക്ക് ഒരുങ്ങി. പ്രതിമ അനാച്ഛാദനം ചെയ്ത് 6 മാസമാകും മുൻപാണ് പാർക്കും സജ്ജമായത്. മ്യൂസിയത്തിന് എതിർവശത്ത് വാട്ടർ അതോറിറ്റിയുടെ 20 സെന്റ് ഭൂമിയിലാണ് അതിസുന്ദരമായ ശ്രീനാരായണ ഗുരു പാർക്ക് പൂർത്തിയായത്. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പാണ് പ്രതിമ സ്ഥാപിച്ചത്. ഉണ്ണി കാനായുടെ കരവിരുന്നിൽ വിരിഞ്ഞ പ്രതിമയും ചുറ്റുമുള്ള പാർക്കും കാഴ്ചക്കാർക്ക് നൽകുന്നത് മനോഹരമായ അനുഭവമാണ്. 3 വർഷം മുമ്പാണ് പ്രതിമ നിർമ്മാണം ആരംഭിച്ചത്. കാനായിൽ നിന്ന് പ്രതിമ നിർമ്മിച്ച് തലസ്ഥാനത്തെത്തിക്കുകയായിരുന്നു. ഗുരുവിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ 26 സംഭവങ്ങൾ പാർക്കിനുള്ളിലും പുറത്തുമായി മതിലിലും കാണാം. പ്രതിമയുടെയും മുഴുവൻ പാർക്കിന്റെയും ആശയം ഉണ്ണി കാനായുടേതാണ്. ഗുരുവിന്റെ ഈ വെങ്കല ശില്പം ആദ്യം നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എൻ്റെ വീട്ടിലെ പണിപ്പുരയിൽ വെച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ ആദ്യം കളിമണ്ണിൽ ചെയ്ത വെങ്കലത്തിലേക്ക് മാറ്റുന്ന രീതി, കളിമണ്ണിൽ ചെയ്ത ശില്പം പ്ലാസ്റ്റർ പേഴ്സൺ മോൾഡെടുത്ത് വെങ്കലത്തിലേക്ക് മാറ്റുന്ന സാധാരണ ചെയ്യുന്ന രീതി തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു യുഗപുരുഷൻ്റെ ഒരു പാർക്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു പാർക്ക്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഭിന്നശേഷിക്കാർ കയറാനായി പ്രത്യേക വഴിയും ഒരുക്കിയിട്ടുണ്ട്. 20ഓളം ഇരിപ്പിടങ്ങളും സജ്ജമാണ്. പാർക്കിന്റെ സംരക്ഷണം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പാർക്ക് സന്ദർശിക്കാനെത്തി. 1.19 കോടി രൂപയാണ് മുഴുവൻ ചെലവ്. പൂർണ്ണ സജ്ജമായ പാർക്ക് സന്ദർശകരെ കാത്തിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വേങ്ങരയിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിമതൻ KP സബാഹിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം പിന്മാറാതിരുന്നതോടെ ഭീഷണിപ്പെടുത്തുകയാണെന്നും തന്നെ നിർത്തിയത് ലീഗ് അണികളാണെന്നും സബാഹ് പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിയാണ് വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി. കാരണമില്ലാതെ വേങ്ങരയിൽ തുടരെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിൽ പ്രതിഷേധിച്ചാണ് വിമതനായി മത്സരിക്കുന്നതെന്ന് സബാഹ് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവിൽ അമർഷമുള്ള ലീഗ് അണികളാണ് തന്നെ നിർത്തിയതെന്നാണ് സബാഹിന്റെ അവകാശവാദം.
സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്തെന്നും സബാഹ് ആരോപിച്ചു. എനിക്ക് എന്നെ നിർത്തിക്കുന്ന ശരിക്കും ലീഗിന്റെ അണികളാണ്. ലീഗിൽ നിന്നാണ് എനിക്ക് ഏറ്റവും അതിപ്പോ അവിടെ ഒരു ഭയങ്കര ആരോപണമായിട്ട് വരുന്നുണ്ട്. കാരണം ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കല്ലേ. എനിക്ക് അങ്ങനെ ഒരു ട്രിക്കിന്റെ ആവശ്യമില്ല. എനിക്ക് പല വാഗ്ദാനങ്ങളും വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോടികൾ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു കോടിന്റെ ആവശ്യമില്ല. മത്സരരംഗത്ത് ഉറച്ചു നിന്നതോടെ ഭീഷണിയാണെന്നും സബാഹ് പറയുന്നു. സ്ഥാനാർത്ഥിയാ കുറെ ദിവസങ്ങളായിട്ടുള്ള എന്റെ മേലെ വന്നപ്പോ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ബിസിനസ്സുകാരനാ. അപ്പൊ ഈ ബിസിനസ്സിൽ നിങ്ങളെ ബിസിനസ് തകർക്കും, നിങ്ങളെ കുടുംബം കുളം തോണ്ടും, ആ രൂപത്തിലുള്ള ഭീഷണികളൊക്കെയാണ് വന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവിൽ പ്രതിഷേധിക്കുന്നവരുടെ കൂട്ടായ്മയായ മലപ്പുറം ആത്മാഭിമാന സംരക്ഷണ സമിതിയും SDPIയും സബാഹിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം. സോളാർ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശബ്ദരേഖ പരാതിക്കാരി പുറത്തുവിട്ടു. ടീം സോളാർ മുൻ ജനറൽ മാനേജർ രാജശേഖരനുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിന്റെയും ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പണവും ജോലിയും വാഗ്ദാനം ചെയ്തു. ഉമ്മൻചാണ്ടിയെ കണ്ടതിന് ശേഷം ക്ലിഫ് ഹൗസിൽ നിന്നും പരാതിക്കാരി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ശബ്ദരേഖ CBIക്ക് കൈമാറുമെന്ന പരാതിക്കാരി. അത് നമുക്ക് ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാം. ഹലോ, രാജശേഖരനല്ലേ മിസ്റ്റർ? അതെ. പിന്നെ ടീം സോളാറിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ രാജശേഖരൻ? സംസാരിക്കുന്നത് മനസ്സിലായില്ല. ഞാൻ കോൺഗ്രസിന്റെ ആളാണ്. എന്തോ? ഞാൻ കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. ഹലോ, ഞാൻ കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. എന്താ ആവശ്യം? എന്താ? എനിക്ക് രാജശേഖരനും നേരിട്ടൊന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടായിരുന്നു. മാത്രം രാജശേഖരന്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം? എന്താ? നേരിട്ട് കണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തോ? നേരിട്ട് കണ്ടാലല്ലേ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഒരിക്കൽ 2 ദിവസം ഒരു കോൺഗ്രസ്സുകാരൻ വന്നതാ. ഒരു 2 പേര്, ഒരു പോലീസ് അസോസിയേഷന്റെ പഴയ പ്രസിഡന്റ് GR അജിത്ത്, പിന്നെ ഒരു ആലപ്പുഴയുള്ള ഒരു ശരത്ത്, KC വേണുഗോപാലിന്റെ PA എന്നും പറഞ്ഞ ഒരാൾ വന്നിരുന്നു. ഇതെല്ലാം വന്നിട്ട് ഓരോ വാഗ്ദാനം തന്നിട്ട് പോവല്ലേ. എനിക്ക് അന്ന് തന്നെ നിങ്ങൾ 3 പ്രാവശ്യം വന്നില്ലേ എന്നെ കാണാൻ, ഈ ശരത്തും മറ്റേ GR അജിത്തും. എന്നിട്ട് 15-10 തന്നെന്റെ ചെലവിനെന്നും പറയേണ്ട അവസ്ഥ കണ്ടിട്ട് ചെലവിനെന്നും പറഞ്ഞ കാശും തന്ന് ആന്ധ്രയിൽ ജോലി തരാം എന്തൊക്കെയായിരുന്നു വാഗ്ദാനം. പരാതിക്കാരി തന്നെ നമ്മോടൊപ്പം നേരിട്ട് ചേരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ തെളിവുകളില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകളില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ വ്യക്തമായ ഒരു ശബ്ദരേഖ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയാണ് ഇപ്പോൾ താങ്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. വിഷ്ണു ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. വിഷ്ണു, സോളാർ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശബ്ദരേഖയാണ് പരാതിക്കാരി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശബ്ദരേഖയിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സോഫിയ, ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ശബ്ദരേഖയാണ് പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ശബ്ദരേഖയിൽ ഏറ്റവും പ്രധാനമായിട്ട് ടീം സോളാർ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ടിരുന്ന രാജശേഖരനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ശബ്ദരേഖയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ആന്ധ്രയിലടക്കം ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മൊഴി മാറ്റി പറയുക, അല്ലെങ്കിൽ പരാതിക്കാരി ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടില്ല, അത്തരം മൊഴികളൊക്കെ തെറ്റാണ് എന്ന് മൊഴി മാറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തി ചില ആളുകളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിൻ്റെയും ആളുകൾ തന്നെ സ്വാധീനിക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്നു എന്ന ഒരു കാര്യം ശബ്ദരേഖയിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ശബ്ദരേഖയിൽ ഇത്തരത്തിൽ KCയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന് പുറമെ പരാതിക്കാരി ക്ലിഫ് ഹൗസിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് താൻ കണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും കൃത്യമായി തന്നെ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജശേഖരനെ ഈ വ്യക്തി വിളിക്കുന്നത്. ഈ വിളിച്ചതിന് ശേഷം സാമ്പത്തികമായി സഹായിക്കാം, ഈ വ്യക്തിയെ ഒന്ന് കാണണം എന്നൊക്കെ തന്നെ കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ശബ്ദരേഖ അത് CBIക്ക് കൈമാറും എന്നതാണ് പരാതിക്കാരി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച്
ഇപ്പോൾ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള ശബ്ദരേഖ ഇപ്പോൾ പരാതിക്കാരി പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സാക്ഷികളെയും സമാനമായ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് പരാതിക്കാരി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ശബ്ദ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ശബ്ദരേഖകൾ തൻ്റെ കൈവശമുണ്ടെന്നും ഇതെല്ലാം തന്നെ CBIക്ക് കൈമാറും എന്നതുമാണ് പരാതിക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത്. സൗമ്യ, വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകൾ ഇല്ല എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ശബ്ദരേഖയും ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യമാണ്. ഇനി എങ്ങനെയായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? സൗമ്യ, സോളാർ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ CBI ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പരാതിക്കാരി കഴിഞ്ഞ ദിവസം ദില്ലിയിലുള്ള CBI ആസ്ഥാനത്ത് ഹാജരായിരുന്നു. പ്രത്യേകിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിലുള്ള CBIയുടെ ആസ്ഥാനത്ത് ഹാജരാവുകയും CBI ഡയറക്ടർ YC മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ CBI ഏതു വിധത്തിലായിരിക്കും അന്വേഷണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ ഈ കേസ് ഫയലുകളൊക്കെ ഉള്ളത് CBIയുടെ പ്ലാനിംഗ് വിഭാഗത്തിലാണ്. വിഷ്ണു, ദയവായി തുടരുക. പരാതിക്കാരി തന്നെ നമ്മോടൊപ്പം നേരിട്ട് ചേരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? താങ്കൾ കരഞ്ഞുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നുവരെയും ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഞാൻ ഇത് കേട്ടിരുന്നു. ഞാൻ വ്യക്തമായിട്ട് മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാലും ഇപ്പൊ ഞാൻ കുറച്ച് ന്യൂസിൽ കണ്ടു. അതായത് ഈ കേസ് ഇപ്പം ഇന്നൊരു പോലീസ് റിപ്പോർട്ട്, ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാറ്റർ പുറത്തു വന്നിരുന്നല്ലോ. അത് August 19 എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്റെ പരാതി സെപ്റ്റംബർ 19 2012 നടന്ന സംഭവത്തെ പറ്റിയിട്ടാണ്. ഈ സെപ്റ്റംബർ 19 2012 നടന്ന സംഭവത്തെ പറ്റി August 19 2012 ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അത് ആരെ രക്ഷിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്, 2-3 സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അതിനകത്ത് കണ്ടു. മൂന്നാമത്, ടെലിഫോൺ കോൾ റെക്കോർഡ്സോ ടവർ ലൊക്കേഷൻ ഒന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞു. 2013 TV ചാനലുകളുടെ ആർക്കൈവ്സ് പരിശോധിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഫോൺ റെക്കോർഡ്സും കോൾ റെക്കോർഡ്സും CDRകളും പുറത്ത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കേസാണ് സോളാർ കേസ്. അപ്പൊ അതിന്റെ ഫോൺ രേഖകൾ ലഭ്യമല്ല എന്ന് പറയുന്നത് ഏത് ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഫോൺ രേഖകൾ എവിടെ പോയി? എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നശിപ്പിക്കപ്പെട്ടത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോൺ രേഖകൾ നശിപ്പിച്ചത്? അതിന്റെ പിന്നിൽ എന്തായിരുന്നു? എന്ത് അട്ടിമറിയാണ് നടന്നത്? ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ പല പ്രാവശ്യവും പല റിക്വസ്റ്റുകളും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ 2-3 മാസം മുമ്പ് തന്നെ എന്റെ കേസിനകത്ത് അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് എന്റെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രോപ്പറായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് പോലീസിനകത്ത് നടന്ന വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഞാനിപ്പോ പരാമർശിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ പല പല തെളിവുകളും രേഖകളും എന്റെ കൈവശം വന്നിട്ടുണ്ട്. ആ രേഖകളും ഞാൻ സെൻട്രൽ ഹോം സെക്രട്ടറിക്ക് പെറ്റീഷനായിട്ട് ഇപ്പോൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് അത് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് സാഹചര്യം എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരെ, ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. അവർ ചെയ്ത പ്രോപ്പർ വേയിൽ വിറ്റ്നസിനെ എങ്ങനെയാണ് ടാമ്പർ ചെയ്തത്, വിറ്റ്നസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു? അപ്പൊ പൈസയും സ്വാധീനവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിലുള്ള രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. മറ്റുള്ളവരെ ഈ ഇതിനകത്തുള്ള വിക്ടിം എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. വിറ്റ്നസസിനെ മാത്രം കറക്റ്റ് ചെയ്താൽ ഒരു കേസ് റെഡി ചെയ്ത് കൊടുക്കാം, ഒരാളെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം തരം താണു പോയോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെയുള്ള അട്ടിമറി ശ്രമങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതേ പോലീസ് റിപ്പോർട്ട് ചെന്ന അതേ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് തന്നെയാണ് എന്റെ പെറ്റീഷൻ ഇപ്പൊ ചെല്ലുന്നത്. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുക്കട്ടെ. ഇപ്പൊ CBIക്ക് എന്തായാലും ഫോർവേഡ് ചെയ്തിരിക്കുകയാണല്ലോ കേസസ് എല്ലാം തന്നെ. അപ്പൊ സെൻട്രൽ ഹോം സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ തന്നെ ഈ എന്റെ പെറ്റീഷനും കൂടെ ചെല്ലട്ടെ. അദ്ദേഹം ഈ തെളിവുകൾ ഞാൻ കൊടുത്തിരിക്കുന്ന സാക്ഷികളെ എല്ലാം സ്വാധീനിച്ചെന്നുള്ളതും കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെയും
തെളിവുകൾ പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രത്യാശ. പിന്നെ ഉമ്മൻചാണ്ടി ഇന്ന് പല ചാനലുകളിലും പറഞ്ഞു ദൈവം അവസാനം ഗവൺമെന്റ് രേഖകളിൽ കൂടി തന്നെ എനിക്ക് ക്ലീൻ ചിറ്റ് തന്നു എന്ന്. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് തന്നു എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞാൽ പോരാ. എന്റെ ഫ്രണ്ടിൽ അദ്ദേഹം വന്ന് ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കണം, ഞാനുമായിട്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടില്ലായിരുന്നു. ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ്, എന്തിനാണ് അദ്ദേഹം ഇത്രയും കണ്ണിങ് ആയിട്ട് ഒളിച്ചു കളിക്കുന്നത്? ഭയങ്കര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നില്ല? ഏതോ ഒരു ഓഗസ്റ്റിലെ കഥ പറഞ്ഞിട്ട് സെപ്റ്റംബർ 19-ാം തീയതി നടന്ന സംഭവത്തെ മറയ്ക്കാൻ പോലീസുകാർക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല, എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അതിന് അദ്ദേഹം ഉത്തരം പറയാതെ ഞാൻ വിടില്ല, അത് 100% ഉറപ്പ്. അതിനുവേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി. ഇനി ഒരു സ്ത്രീക്ക് ഇത് വരരുത്. പിന്നെ മണി പവറും മസിൽ പവറും ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ എന്ത് ക്രൈം ചെയ്താലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് രക്ഷപ്പെടും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇനി കേരളത്തിൽ വേണ്ട. ആ സിറ്റുവേഷനിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു സ്ത്രീയെ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മരണം കൊണ്ട് അതിനൊരു ഉത്തരം കിട്ടുമെങ്കിൽ പോലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. അത്ര ഇതായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയല്ല. അത്രയ്ക്ക് എനിക്ക് ഇതിനകത്ത് എന്റെ കേസ് അട്ടിമറിക്കപ്പെട്ടതിന് 3 മാസം മുമ്പ് തൊട്ടേ ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ CBI എൻക്വയറിക്ക് ഗവൺമെന്റിനെ സമീപിക്കാനുണ്ടായ സാഹചര്യം പോലും അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും അന്ന് എന്നെ ബ്ലെയിം ചെയ്തു, ഓരോ വിഷയങ്ങൾ പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞു 5 വർഷം, പ്രതിപക്ഷം പറഞ്ഞു 5 വർഷം അന്വേഷിച്ചിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, സർക്കാർ നല്ല രീതിക്ക് അന്വേഷിക്കാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, അതായത് അത് ചോർത്തി കിട്ടിയ ഇൻഫർമേഷൻസ് കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ഒരു ലോബി ഈ കേസിലെ വിറ്റ്നസ്സുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവ് മാത്രമേ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകള് അവരെ എന്തെല്ലാം പറഞ്ഞു പ്രലോഭിച്ചിട്ടുണ്ടെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ എവിഡൻസസും ഞാൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തിനും ശ്രമിച്ചു? ഇപ്പൊ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു? അതിനെങ്കിലും ഉത്തരം പറയൂ. ഈ പറയുന്ന സ്റ്റാഫിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവർ എന്തിനു ശ്രമിച്ചു? ഇത്ര മാത്രമേ എനിക്ക് ഇതിനകത്ത് വരുന്ന ദിവസങ്ങളിൽ അത് മനസ്സിലാക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായും സോളാർ കേസിലെ പരാതിക്കാരിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. വിഷ്ണുവിലേക്ക് തന്നെ പോവുകയാണ്. വിഷ്ണു, പരാതിക്കാരി പറയുന്നത് പണവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അത്തരം ഒരു സ്വാധീനത്തിന്റെ ശ്രമം തന്നെയല്ലേ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടും പുറത്തു വരുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും സൗമ്യ, അത് തന്നെയാണ്. കാരണം പരാതിക്കാരി കൃത്യമായി തന്നെ പറയുന്നത് കഴിഞ്ഞ 2012 പരാതി നൽകിയപ്പോൾ അതിൽ ഉന്നയിച്ചിരുന്ന പരാതി നൽകിയിരുന്ന ദിവസം എന്ന് പറയുന്നത് 19/9/2012. പക്ഷേ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 19/8/2012. അത്തരത്തിൽ ഒരു മാസത്തെ വ്യത്യാസം ഡേറ്റുകൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ചില സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നതാണ് പരാതിക്കാരി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നതും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, ഉമ്മൻചാണ്ടിയുടെ ആയാലും KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നായാലും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. ഈ ശ്രമം നടക്കുന്നതിനോടൊപ്പം തന്നെ പരാതിക്കാരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പരാതിക്കാരിക്കെതിരെ ഒരു വധശ്രമം പോലും നടന്നു. ഒരു വധശ്രമത്തിൻ്റെ വക്കിൽ വരെ എത്തിച്ചിരുന്നു. നിലവിൽ അത് കഴിഞ്ഞിട്ട് ശ്രീചിത്ര അടക്കമുള്ള ആശുപത്രികളിൽ ചികിത്സ ലഭ്യമായതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് എന്നൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, പരാതിക്കാരിക്കെതിരെ വധശ്രമം നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും ഇത് എല്ലാ തെളിവുകളും CBIക്ക് തന്നെ കൈമാറും എന്നതുമാണ് പരാതിക്കാരി അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർണായകമാകുന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖ എന്ന് പറയുന്നത്. ആ ശബ്ദരേഖയിൽ കൃത്യമായി തന്നെ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിൻ്റെയും ആളുകൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം പല ഘട്ടങ്ങളിലായി പൈസ നൽകിയിട്ടുണ്ട്. 15,000, 20,000 അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പൈസ നൽകിയിട്ടുണ്ട്. ആന്ധ്രയിൽ ഉൾപ്പെടെ ചില ജോലികൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന കാര്യം ശബ്ദരേഖയിൽ തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ CBIയുടെ മുന്നിലേക്ക്
ഇത്തരം ശബ്ദരേഖകളൊക്കെ തന്നെ വരുമ്പോൾ ഒരുപക്ഷേ നിർണായകമായിട്ടുള്ള ചില തെളിവുകളായി തന്നെ മാറാൻ സാധ്യതയുള്ള ശബ്ദരേഖകളാണ് ഇപ്പോൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. പണവും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് സോളാർ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിന്റെയും ആൾക്കാർ ശ്രമിച്ചു എന്ന നിർണായകമായ ശബ്ദരേഖയാണ് സോളാർ കേസിലെ പരാതിക്കാരി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ക്ലിഫ് ഹൗസിൽ നിന്നും പരാതിക്കാരി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ശബ്ദരേഖയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകളില്ല എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിർണായക ശബ്ദരേഖ ഇപ്പോൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പാറശാലയിൽ LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രന്റെ വാഹന പര്യടന ജാഥയ്ക്ക് നേരെ RSS ABVP ആക്രമണം. ധനുവച്ചപുരം കോളേജ് ക്യാമ്പസിനുള്ളിൽ തമ്പടിച്ചിരുന്ന RSS ABVP പ്രവർത്തകരാണ് CK ഹരീന്ദ്രന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇതിനുശേഷം LDF പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പ്രചരിപ്പിക്കാൻ ABVP പ്രവർത്തകൻ പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തായി. പാറശാല മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രന്റെ വാഹന പര്യടന ജാഥ കടന്നുപോകും വഴിയാണ് RSS ABVP ആക്രമണമുണ്ടായത്. ധനുവച്ചപുരം കോളേജ് ക്യാമ്പസിനുള്ളിൽ തമ്പടിച്ചിരുന്ന RSS ABVP പ്രവർത്തകർ CK ഹരീന്ദ്രന്റെ വാഹനവ്യൂഹത്തെ ആക്രമിക്കുകയായിരുന്നു. കമ്പിവടികളും ആയുധങ്ങളുമായെത്തിയ സംഘം വാഹനവ്യൂഹത്തിനു നേരെ ഓടിയെടുത്തു. കൂകി വിളിച്ച് വാഹനങ്ങളെ തടയാൻ ശ്രമിച്ചെന്നും LDF പ്രവർത്തകർ പറയുന്നു. ഇതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന വാഹനങ്ങളെ ആക്രമിച്ചു. ഇടതുമുന്നണി പ്രവർത്തകർ സംയമനം പാലിച്ചതുകൊണ്ടാണ് വൻ സംഘർഷം ഒഴിവായത്. ഇതിനുശേഷം LDF പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പ്രചരിപ്പിക്കാൻ ABVP പ്രവർത്തകൻ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തായി. ഗ്രൂപ്പിലുള്ള എല്ലാവരും നിർബന്ധമായിട്ട് ഈ സ്റ്റാറ്റസ് ഇട്ടേ പറ്റും. നിർബന്ധമില്ല, ഏവനായാലും ഏവളായാലും ഈ സ്റ്റാറ്റസ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. ഈ ഗ്രൂപ്പിലുള്ള 52 പേരും ഫോണിൽ സ്റ്റാറ്റസ് ഇതായിരിക്കണം, നിർബന്ധമായിരിക്കണം. അപ്പോൾ ആരായാലും എന്തായാലും കാണാത്ത അറിഞ്ഞിടത്ത് കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് ഇടിയിപ്പിച്ചേ പറ്റൂ. പാറശാലയിൽ പരാജയഭീതി പൂണ്ട BJP അക്രമത്തിലേക്ക് തിരിയുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയുടെയും സംസ്ഥാന നേതാക്കളുടെയും അറിവോടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. സംഭവം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പ്രചാരണം ശക്തമാക്കി ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ റോഷി അഗസ്റ്റിൻ വിവിധ പഞ്ചായത്തുകളിൽ വാഹന പര്യടനം തുടരുകയാണ്. അത് LDFിന് ചിഹ്നം, അത് രണ്ടില തന്നെ നാടിൻ അഭിമാനം തന്നെ. റോഷി 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 വിശ്വസ്തനായൊരു റോഷി അഗസ്റ്റിനെ ഇടുക്കിയിൽ നിന്നും ജയിപ്പിച്ചിടേണം. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ വികസന പദ്ധതികൾക്ക് തുടർച്ച തേടിയാണ് റോഷി അഗസ്റ്റിൻ വോട്ടഭ്യർത്ഥിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിലെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. മേപ്പാറയിൽ തോട്ടം തൊഴിലാളികൾ നൽകിയ സ്വീകരണത്തോടെ തുടങ്ങിയ പര്യടനം കാഞ്ചിയാർ പഞ്ചായത്തിലും പൂർത്തിയാക്കി. ഇപ്പോൾ ആറക്കുളം പഞ്ചായത്തിലാണ് വാഹന പര്യടനം. മലയോര മണ്ണിൽ 2 പതിറ്റാണ്ടായി നടത്തിയ വികസനങ്ങളും വ്യക്തിബന്ധങ്ങളും വോട്ടാകുമെന്നാണ് റോഷിയുടെ പ്രതീക്ഷ. സാധാരണക്കാരുടെ ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ മുഖമായിരുന്നു സഖാവ് പിണറായി കണ്ടത്. എല്ലാ വീടുകളിലും കിറ്റ്, 87 ലക്ഷം കുടുംബങ്ങളിൽ കോവിഡ് കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ കാലഘട്ടം മുതൽ കിറ്റ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യം അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എടുത്ത സമീപനമാണ്. റോഷി അഗസ്റ്റിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തിയിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ അനാവശ്യ ഉപതെരഞ്ഞെടുപ്പിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് ഇടത് സ്ഥാനാർത്ഥി VP സാനു. സ്വന്തം പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ജനതയെ വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങില്ലെന്നും ഒപ്പം ഉണ്ടാവുമെന്നും VP സാനു പറഞ്ഞു. അധികാരത്തിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തുടരെ മാറുന്നത് മലപ്പുറത്തെ വോട്ടർമാരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിലെ നിർണായക വോട്ടെടുപ്പുകളിൽ പോലും സമുദായ രാഷ്ട്രീയം പറഞ്ഞുപോയവർ തിരിഞ്ഞു നോക്കിയില്ല. ജനങ്ങൾ തിരുത്താനുള്ള സമയം ഉപയോഗപ്പെടുത്തുമെന്ന് ഇടത് സ്ഥാനാർത്ഥി VP സാനു പറഞ്ഞു. ഒരു 5 വർഷത്തിനിടയിൽ ഒരു മനുഷ്യൻ 4 തെരഞ്ഞെടുപ്പുകൾ 2 തവണ നിയമസഭയിലേക്കും 2 തവണ ലോക്സഭയിലേക്കും മത്സരിക്കുകയാണ്. ഇതൊരു ലോക റെക്കോർഡാണ്. ഇത്രയധികം തവണ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. അത്രമാത്രം തെരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം അവരുടെ ഇടയിൽ നിന്ന്.
പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട ജനതയെ വഴിയിലുപേക്ഷിക്കില്ലെന്നും ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പാണ് നൽകുന്നതെന്നും സാനു പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 2024 വരെ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ മലപ്പുറത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്ത് വിഷയമായാലും ഇപ്പോ ഏറ്റവും വലിയ രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ CA നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, അതിലൊക്കെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷം ചെറുത്തു നിൽക്കാൻ കേരളത്തിലുണ്ട്. അതിനനുസരിച്ച് അതിന്റെ ഒപ്പം ഇടതുപക്ഷ ഭാഗമായിട്ട് ഞാനും ഉണ്ടാവും. ഏത് വിഷയത്തിലും അത് പാർലമെന്റിന് അകത്തും പുറത്തും ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. MP അബ്ദുസ്സമദ് സമദാനിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പകരക്കാരൻ. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതിയാൽ മലപ്പുറത്തിന്റെ ചരിത്രവും മാറും. കൈരളി ന്യൂസ്, മലപ്പുറം. ബിസിനസ് നിക്ഷേപ തട്ടിപ്പിടപാടിൽ മധ്യസ്ഥത വഹിച്ച മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും പാറക്കൽ അബ്ദുള്ളയും പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ തങ്ങളെ വഞ്ചിച്ചതായി മുസ്ലിം ലീഗ് കുടുംബത്തിന്റെ പരാതി. കാസർഗോഡ് കുമ്പളയിലെ കണ്ണൂർ അബ്ദുള്ളയുടെ കുടുംബമാണ് ലീഗ് നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിക്കുന്നത്. 1 കോടിയിലേറെ രൂപ കുടുംബത്തിന് ലീഗ് നേതാവിന്റെ ബന്ധുവുമായുള്ള ബിസിനസ് ഇടപാടിൽ നഷ്ടമായെന്നാണ് പരാതി. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ അറബിക് മുൻഷീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കാസർഗോഡ് കുമ്പളയിലെ കണ്ണൂർ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഇർഷാദാണ് ഖത്തറിലെ ഫയർ ആൻഡ് സേഫ്റ്റി സ്ഥാപനമായ റാസ്ടെക് എഞ്ചിനീയറിംഗിൽ 1,18,00,000 രൂപയുടെ ബിസിനസ് നിക്ഷേപം നടത്തിയത്. 2012 ജനുവരി മാസത്തിൽ സ്ഥാപന നടത്തിപ്പുകാരായ വടകര ഏറാമല സ്വദേശി സിറാജ്, പാർട്ണർ മാഹി സ്വദേശി ഫസൽ റഹ്മാൻ എന്നിവർക്കാണ് പണം കൈമാറിയത്. സിറാജ് മുസ്ലിം ലീഗ് MLA പാറക്കൽ അബ്ദുള്ളയുടെ അടുത്ത ബന്ധുവാണ്. പണം നൽകിയപ്പോൾ ആ തുകയ്ക്ക് തുല്യമായ ദോഹ ബാങ്കിന്റെ ചെക്ക് മുഹമ്മദ് ഇർഷാദിന് നൽകിയിരുന്നു. സഹോദരിയുടെ വിവാഹത്തിന് നാട്ടിൽ വന്ന് ഖത്തറിൽ തിരിച്ചെത്തുമ്പോൾ സ്ഥാപനം പൂട്ടിയ നിലയിലായിരുന്നു. ഞാൻ ഖത്തറിൽ ഫയർഫോഴ്സിലാണ് ജോലി ഉണ്ടായിരുന്നത്. ഇവരൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ആ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ് ഞാൻ. ഏകദേശം 1,18,00,000 രൂപ. അപ്പോൾ ഈ സിറാജും ഫസൽ റഹ്മാനാണ് അവിടുത്തെ പാർട്ട്ണർ. കുറ്റ്യാടി MLA ആണ്, പാറക്കൽ അബ്ദുള്ളയാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത്. ഇതിനിടെ ഹൈദരാലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളെയും നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇർഷാദിന്റെ പിതാവും മുസ്ലിം യൂത്ത് ലീഗ് മുൻ മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായിരുന്ന കണ്ണൂർ അബ്ദുള്ള നാമനിർദ്ദേശ പത്രിക നൽകി. നഷ്ടപ്പെട്ട പണം തിരികെ നൽകുവാൻ ഇടപെടാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ ഉറപ്പിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രിക പിന്നീട് പിൻവലിച്ചു. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി പിന്നീട് ഒരു സഹായവും നൽകാതെ തങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് കണ്ണൂർ അബ്ദുള്ള പറഞ്ഞു. എന്നോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, മാഷെ എന്തുകൊണ്ട് ബേജാറാക്കണ്ട, അവർ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പൈസ വാങ്ങിത്തരും. 16 മാസമായി ഇന്ന് വരെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന് 3 ഫോണിൽ വിളിച്ചിട്ടും ഒരു മറുപടിയില്ല. ഇപ്പോൾ തന്റെ കുടുംബം വലിയ കടബാധ്യതയിൽ കുടുങ്ങിയതായി മുഹമ്മദ് ഇർഷാദ് പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.